ചേട്ടാ കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ കുറച്ച് മുന്തിരി കൂടി എടുത്തോളൂ കേട്ടോ. സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നെന്താ മോളെ വീട്ടില് ബിരിയാണിയാണോ? രമേശ് ചേട്ടനും അച്ഛനും ഒരേ നിർബന്ധം, ഉച്ചയ്ക്ക് എന്റെ ബിരിയാണി കഴിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം രമേശ് അവിടെ വന്നിരുന്നു. രമേശ ഈ കഞ്ഞി ഒന്ന് കുടിച്ചു നോക്ക്, ചേച്ചിയിലാക്കിയ സ്പെഷ്യൽ കഞ്ഞിയാ. എന്റെ ചേട്ടാ ഈ കഞ്ഞിക്ക് എന്താ സ്വാദ്. ചേച്ചി ഇതിൽ എന്താ സ്പെഷ്യലായിട്ട് വല്ല ഇട്ടിട്ടുണ്ടോ? സുമിത്ര ഇടയ്ക്ക് ബിരിയാണി വെക്കും, സത്യം പറയട്ടെ ഒന്നിനും കൊള്ളില്ല. ഈ കഞ്ഞിന്റെ അടുത്തേക്ക് നിൽക്കില്ല ആ ബിരിയാണി. ഇന്നലെ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. ബിരിയാണി വായല് വെക്കുന്ന നിലയ്ക്ക് നന്നാക്കി വെച്ചുകൊടുക്കൂട്ടാ. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. എന്നാ ചേട്ടൻ സാധനങ്ങളൊന്നും എടുക്കണ്ട, അവർക്കുള്ള സ്പെഷ്യൽ ബിരിയാണി ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. മോളെ ഞാൻ പറഞ്ഞതൊന്നും രമേശനോട് പറയണ്ടോ. ഞാൻ ആരോടും പറയണില്ല. സുമിത്രേ ആ ബിരിയാണി ഇടുക്ക്. ഇതെന്താ സുമിത്രേ ബിരിയാണി വെച്ചപ്പോ കഞ്ഞി തരണേ? അതെ, ബിരിയാണിയുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചുണ്ണിയേട്ടന്റെ കടയിൽ പോയി. അപ്പൊ കൊച്ചുണ്ണിയേട്ടൻ പറഞ്ഞു, രമേശ് ചേട്ടനെ ബിരിയാണിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം കഞ്ഞിയാന്ന്. കുടിച്ചോളൂ, നല്ലോണം വയർ നിറച്ച് കുടിച്ചോളൂ. ഒരു ബിരിയാണി കിട്ടുന്നത് നീയായിട്ട് ഇല്ലാതാക്കി. ആ കൊച്ചുണ്ണിയേട്ടന്റെ കടയിൽ നിന്നിട്ട് നാവൊന്ന് ഉടക്കി വെച്ചാ ഇത് ബിരിയാണി എന്ന് വിചാരിച്ചിട്ട് നമുക്കത് കഴിക്കാം.